കൊല്ലം നിലമേലിയിൽ പെയിന്റ് കടയിൽ തീപിടുത്തം. ഐറിൻ സൂപ്പർ മാർക്കറ്റിലെ പെയിന്റ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ലിജോ ലോറൻസ് ചേരുന്നു. ലിജോ, എപ്പോഴായിരുന്നു തീപിടുത്തമുണ്ടായത്? നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ? ഈ കൊല്ലത്ത് നിലമേൽ കടയ്ക്കൽ റൂട്ടിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് കടയിൽ ഏകദേശം 8 മണിക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത്. രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ പെയിന്റ് കടയിൽ സൂക്ഷിച്ചിരുന്ന പെയിന്റും മറ്റു വസ്തുക്കളുമൊക്കെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐറിൻ സൂപ്പർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് കടയ്ക്കാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ ആളുകൾ ഈ പുകയും മറ്റുമൊക്കെ ഉയരുന്നത് കണ്ടുകൊണ്ട് ഫയർഫോഴ്സിനെ ഉടൻ വിവരം അറിയിച്ചു. പക്ഷേ വളരെ വേഗത്തിൽ കത്തിപ്പിടിക്കുന്ന പെയിന്റും മറ്റു വസ്തുക്കളുമായിരുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വലിയ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. തുടർന്ന് കടയ്ക്കലിൽ നിന്നും ഒപ്പം തന്നെ ആറ്റിങ്ങലിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിയതിനു ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് സംബന്ധിച്ചിട്ട് രാവിലെ ആയിരിക്കും കൃത്യമായൊരു കണക്കെടുക്കുക. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമായതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.